നമസ്കാരം, ഞാൻ അജിത്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അണ്ടമാനിൽ വന്നിട്ട് യാത്രകളുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ഐലൻഡുകളാണ് നമ്മളെല്ലാവരും സന്ദർശിക്കുക. ഇവിടെ ഐലൻഡുകളിലേക്കുള്ള യാത്രയാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്ന് അവസാനത്തെ ഐലൻഡിലേക്ക് പോകുന്ന യാത്രയുടെ തുടക്കം നിൽക്കുകയാണ്. നമ്മൾ റോസ് ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡാണ്. പോർട്ട് ബ്ലെയർ, അണ്ടമാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പോർട്ട് ബ്ലെയർ ഇപ്പോൾ ക്യാപിറ്റൽ അതാണെങ്കിലും നേരത്തെ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ക്യാപിറ്റലായിട്ട് ഉപയോഗിച്ചിരുന്നത് റോസ് ഐലൻഡാണ്. അതിപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്താണെങ്കിലും ശരി, അതിന് ശേഷമുള്ള എല്ലാവരുടെയും ക്യാപിറ്റൽ അവിടെയായിരുന്നു. പിന്നീടാണ് പോർട്ട് ബ്ലെയറിലേക്ക് മാറ്റിയത്. ആ റോസ് ഐലൻഡിലേക്ക് ചെല്ലുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ ഈ യാത്രയിൽ കാണാവുന്നത്. പോർട്ട് ബ്ലെയറിന് 2 കിലോമീറ്റർ കിഴക്ക് മാറിയാണ് റോസ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. റെജിനാൾഡ് റോസ് എന്ന മറൈൻ നാവികൻ്റെ പേരിൽ നിന്നാണ് ദ്വീപിന് റോസ് ഐലൻഡ് എന്ന പേര് ലഭിച്ചത്. ഇതാണ് റോസ് ഐലൻഡിലേക്ക് പ്രവേശിക്കുന്ന ജെട്ടി. റോസ് ഐലൻഡിൻ്റെ പേരും മോദിജി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് അഥവാ NSCB ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് NSCB ദ്വീപിൽ നമ്മളെ സ്വീകരിക്കാൻ വിശിഷ്ട അതിഥേയനാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരുപാട് കാണുന്ന പുള്ളുവാനുകളിലൊന്ന്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്മരണത്തിലുള്ള NSCB ദ്വീപിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇവിടെ നമ്മൾ 45 മിനിറ്റ്സ് ആണ്. ഇവിടെ ഇത്തരം ഒരു ബഗ്ഗി കിട്ടും. അത് സൗകര്യമാണ്. ഒരാൾക്ക് ഇപ്പോൾ മൊത്തം 4 പേരുണ്ടെങ്കിൽ 640 റുപ്പീസ് ഒരു ഫ്രീ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഷെയർ ചെയ്യാം 80 പെർ പേഴ്സൺ. അപ്പോൾ 640 രൂപ കിട്ടിയാണ്. മൊത്തം നമുക്ക് നടന്ന് കാണാണ്ട് കാണാം. ഡ്രൈവർ തന്നെ ഗൈഡുമായിരിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ അത് യൂസ് ചെയ്യാവുന്നതാണ്. Who has found this island? Actually, his name was Daniel Ross, and this island's name kept by his name Ross. But recently, Modi has been changed his name into Netaji Subhash Chandra Bose Deep. Okay. And now you can see this geography map right side. There's a high spot written. I'm going to take you to the high spot of this island. But now we are at the bottom of this island. It's old jetty. Okay. And in this island, at that timing, there was a railway track also. Only at this island. But it has been destroyed due to the earthquakes and all. But as a proof, you all can see it in pictures only. There was a railway track. Here is the picture. Okay. And this island is still known as another name also, the Paris of East. Paris of East. Oh. Actually, the Britishers, they build these islands like Paris. Like in Paris, they build the areas and the buildings and all. In same condition, they build these islands also. Okay. That's why it is known as Paris of East. And the Britishers, they build these islands, especially to decorate the Chief Commissioner's bungalow. Oh. Like Paris. Okay. And now to the left side, you can see this red color building. It was the Furjant Ali store. On that time, those who stay in these islands, it was a general shop for them. Oh. Like you can see, there's just shopping malls and all. It was same thing for them also. റോസ് ഐലൻഡിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ ദ്വീപായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യ സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണസ്ഥിരാ കേന്ദ്രം. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആൻഡമാനിലെത്തിച്ചിരുന്നു. അവരെ ഉപയോഗിച്ചാണ് ആൻഡമാനിലെ അന്നത്തെ ഭരണസ്ഥിരാ കേന്ദ്രമായ റോസ് ഐലൻഡ്, അവിടുത്തെ ടൗൺഷിപ്പും സെക്രട്ടേറിയറ്റും എല്ലാം ഇവർ പണിയഴിപ്പിച്ചത്. ഇവിടെ ബ്രിട്ടീഷുകാർ അവർക്ക് കഴിയാൻ അവരുടെ നാട്ടിൽ കിട്ടിയിരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും റോസ് ഐലൻഡിൽ ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അവർ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഉപയോഗിച്ച് സെക്രട്ടേറിയറ്റ്, ബസാർ, പോസ്റ്റ് ഓഫീസ്, പ്രിൻറ്റിംഗ് പ്രസ്, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ, റെസ്റ്റോറൻറ്റ്, ബേക്കറി, ചർച്ചുകൾ, ട്രെയിനിങ് സെൻറ്റർ, പവർ ഹൗസ്, അങ്ങനെ അവരുടെ നാട്ടിൽ കിട്ടിയിരുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെയും ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം ചെയ്യിച്ചിരുന്നത് ഇവിടെയുള്ള തടവുകാർ ഉപയോഗിച്ചായിരുന്നു. കൂടാതെ ബ്രിട്ടീഷുകാർക്ക് ഇവിടുത്തെ വെള്ളത്തിൽ നിന്നും വലിയ തോതിൽ അലർജി ഉണ്ടാവുകയും അത് മരണത്തിന് വരെ ഇടയാക്കുകയും ചെയ്തപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ജലശുദ്ധീകരണ പ്ലാന്റ് വരെ ഇവിടെ നിർമ്മിച്ചിരുന്നു. അങ്ങനെ അവർ കഴിഞ്ഞു പോകുന്ന സമയത്ത് 1941
ഒരു ഭൂകമ്പം ഉണ്ടാവുകയും ഇവിടെയുള്ള കെട്ടിടങ്ങൾക്കും ടൗൺഷിപ്പിനൊക്കെ വലിയ തോതിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പിന്നീട് അവർ റോസ് ഐലൻഡിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്ക് തന്നെ പിൻവാങ്ങി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1942 ജപ്പാൻകാർ ഇവിടം പിടിച്ചടക്കി. പക്ഷേ ഏറെ താമസിയാതെ അവരവിടെ നിന്ന് വിട്ടൊഴിഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് തന്നെ കൈമാറുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. 1943 നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ ദ്വീപിൽ ദേശീയ പതാക ഉയർത്തിയത് ചരിത്രം. 1945 വരെ ജപ്പാൻകാർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഏറെ നാൾ ഇവിടെ ജനവാസ ഇല്ലാതെ കിടന്നതോടുകൂടി കെട്ടിടങ്ങളിൽ നാശമുഖമാവുകയും കാട് കയറുകയൊക്കെ ചെയ്തു. ജപ്പാൻകാർ പോയതോടുകൂടി പിന്നീട് വീണ്ടും ബ്രിട്ടീഷ് അധിനിവേശം വീണ്ടും ഇവിടെ ഉണ്ടായി. സ്വാതന്ത്ര്യാനന്തരം ദ്വീപിൻ്റെ സംരക്ഷണം ഇന്ത്യൻ നേവി ഏറ്റെടുത്തോടുകൂടി കാട് കയറിയ നിലയിൽ തന്നെ ഇന്നത്തെ കാണുന്ന സ്ഥിതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തു വരികയാണ്. ധാരാളം മാനുകളും മയിലുകളും ഒക്കെ ഇവിടെ എത്തിച്ച് കൊണ്ടുവന്നൊരു പ്രകൃതി സൗഹൃദ സ്ഥലമായിട്ട് ഈ ദ്വീപ് ഇപ്പോൾ ഇന്ത്യൻ നേവി മെയിൻറ്റെയിൻ ചെയ്തു പോരുന്നു. പക്ഷെ ഒരു കാലത്ത് കിഴക്കിൻ്റെ പാരീസ് എന്നൊക്കെ ലോകം വാഴ്ത്തിപ്പാടിയ സുന്ദര ലോകത്തിൻ്റെ ഒരു ശ്മശാന മുഖമാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നതെന്നൊരു ദുഃഖസത്യം ഉണ്ട്. റോസ് ഐലൻഡ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഉപയോഗിച്ചാണ് പണിത്. അവർ വളരെ ലക്ഷറി ലൈഫ് കഴിഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒരു ശ്മശാന മുഖം മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. Dancing floor room, and that one was the bar room, and that corner one was the restaurants and kitchens and all. ഇത് ഇവിടുത്തെ ബാറായിരുന്നാണ് പറയുന്നത്. And ഡിസ്കോ at the entrance, ഡിസ്കോ ബാർ. you can see there's a two holes between the entrance. On that time, they used to cool this room also, clubhouse. How? Behind this clubhouse, there's a rose pond. So they used to use that rose pond water. How? With hand pump, they fill the dancing floor room with the water, and they leave that water until unless that water becomes ice. When the water becomes ice, they just drainage from the front side. That's how they used to cool that clubhouse. And from here, you can see that rose pond. Behind the trees, you can see there's a little bit of. And straight right side, you can see that black color building. It was the Protestant church, means British Presbyterian church. And that church was made in 31st 5th 1840. And in that church, there was a bell around 300 to 800 kgs. And when they used to ring the bell, you can hear the sound from Port Villa at Cellular Jail also. And they use that bell in another purpose also. If anyone needs to hang that person, so if they used to ring the bell from here, when they hear the sound at Cellular Jail, they hang that person. And before hanging that person, they don't allow that persons to meet their families and all. And after hanging that person, they don't give their bodies to the families also. Just stab with the stones and throw their bodies into the sea water. And now to the left side, you can see there's another building. It was the chief secretary house, means the chief world secretary office. And it was a part of a jail also. Open air jail. The first jail is at Viper Island, only for the women's. And the second jail is at the Ross jail, which is known as Kalapani. And the third jail is Cellular jail, which is also known as Kalapani. Because all the prisoners they bring to here, the Kalapani prisoners, and they build the cellular jails with them only, and then again they put the prisoners to the cellular jail. From here to the end of this buildings, it was a troops barracks, means British soldiers barracks. 165 British soldiers used to stay from this point to the end of these buildings. And now you can see this red part has been repaired. Well, after that, after the Second World War, when these islands came out of the Japanese for 3.5 years, the Japanese they repaired these red parts for their soldiers to stay. And the other spots didn't repair, just left it like that. And well after that, when these islands came out of the Indian navies after the freedom, the Indian navies give the red parts to the 60 Bihar Battalion resident team for their training center. That's why the red part is still remain in good still now. And you all have seen most of the buildings of this island has been broken, and most of the island part also has been broken. Well, between the First World War and the Second World War, there was an earthquake on 26 January 1942. Due to the earthquake, this island has been cracked from the center, and before the earthquake, this island used to be 200 acres. And after the earthquake, this island has been left in 160 acres. And well after that, there was a Second World War also. At 23rd March 1942. Due to the Second World War, all the buildings of this island has been broken, and some of the island part also. And after that, there was a tsunami also at 26 December 2004.
Due to the tsunami, when tsunami hit the islands has been damaged totally. And now after damaging the islands, now this islands has been left in only 70 acres. 200 to 160, 160 to 70. And now I have bring you to the top of this island. From the sea level to the top of this island is 200 feet height. And from here you'll have to go down and have a look at the lighthouse peak points. And you'll have got only 20-25 minutes. And while after coming back, if I'm not here, you can go by any vehicle. It doesn't matter that if you came by my vehicle, you have to go by my. ഇതൊരു ലൈറ്റ് ഹൗസ് ആണ് ഈ കാണുന്നത്. പഴയ ഒരു ബ്രിട്ടീഷ് ചർച്ചാണിത്. ബ്രിട്ടീഷുകാർ പണിത ഒരു ചർച്ചാണിത്. ഇത് സെക്കൻഡ് വേൾഡ് വാറിൽ ഇത് ആദ്യം നശിച്ചു. പിന്നീട് 2004 സുനാമി വന്നപ്പോൾ വീണ്ടും ഇവിടെ വെള്ളമടിച്ച് കയറി ആകെ നാശോന്മുഖമായി പോയി. അതാണ് ഈ കാണുന്നത്. ഒരു ചർച്ചാണിത്. ചർച്ചിൻ്റെ ഉൾഭാഗം അതാണ് ആൾക്കാരെ ആയിട്ട് സങ്കല്പിക്കാവുന്ന സ്ഥലം. വലിയൊരു മരം വളർന്നു കയറിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ റോസ് ഐലൻഡിൽ നിന്ന് നോർത്ത് ബേയിലേക്ക് വന്നത്. ഇതാണ് നോർത്ത് ബേ. ഇവിടെയാണ് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്. ഇവിടെ നമുക്ക് സ്കൂബ ഡൈവിങ് ചെയ്യാം, അതുപോലെ തന്നെ സ്നോർക്കിങ് ചെയ്യാം, പിന്നെ ഗ്ലാസ് ബോട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ഒരു ഡോൾഫിൻ ബോട്ടുണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എല്ലാ കാഴ്ചകളും കാണാം. അപ്പോൾ വാട്ടർ ആക്ടിവിറ്റീസാണ് ഇവിടുത്തെ കാഴ്ചകൾ. അത് നോർത്ത് ബേയിലേക്ക് പോകാൻ പറ്റും. നോർത്ത് ബേ ഐലൻഡിൽ നിന്ന് മടങ്ങുന്നവർക്ക് ഒരു കാഴ്ച കൂടി കണ്ട വിശേഷം പങ്കുവയ്ക്കാനുണ്ടാവും. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ 20 രൂപ നോട്ടിൻ്റെ പിറകിൽ കാണുന്ന മനോഹരമായ സീനറി. അത് ഇവിടെ നിന്നും പകർത്താൻ ഇവിടെ വരുന്നവർക്ക് കഴിയും. നോർത്ത് ബേ ഐലൻഡിൽ നിന്നാണ് പ്രസിദ്ധമായ ആ സീനറി പകർത്തി നമ്മുടെ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. 20 രൂപ നോട്ട് കയ്യിലുണ്ടെങ്കിൽ എടുത്ത് നോക്കാം. പോർട്ട് ബ്ലെയറിലെ ഒരു ലൈറ്റ് ഹൗസും ഒരു മനോഹരമായ സീനറിയും ഒക്കെ അതിൽ നമുക്ക് കാണാൻ കഴിയും. സെയിം വ്യൂ തന്നെ നമുക്ക് ഇവിടെയുള്ള രണ്ടാമത്തെ ഹയസ്റ്റ് പീക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന മൗണ്ട് ഹാരിയറ്റിൽ നിന്നും കാണാൻ കഴിയും. മൗണ്ട് ഹാരിയറ്റിൻ്റെ പേരും റീനെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പേര് മൗണ്ട് മണിപ്പൂർ എന്നാണ്. അങ്ങനെ റോസ് ഐലൻഡിൻ്റെയും നോർത്ത് ബേയിലെയും വിസിറ്റിന് ശേഷം പോർട്ട് ബ്ലെയറിലേക്ക് മടങ്ങുകയാണ്. പോർട്ട് ബ്ലെയർ ജെട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ജെറ്റ് സ്കി റൈഡുണ്ട്. ഒരു മോട്ടോർ ബൈക്കിൻ്റെ സ്പീഡിൽ ഫാസ്റ്റായിട്ട് നമുക്ക് സ്വയം നിയന്ത്രിച്ച് പോകാവുന്ന ജെറ്റ് സ്കി റൈഡ്. അത് ഭയങ്കര രസമാണ്. അതിൻ്റെ കാഴ്ചയോടെ ഈ വീഡിയോ ഇവിടെ ഇന്ന് പൂർണ്ണമാവുകയാണ്. നമ്മൾ ഒരുമിച്ചുള്ള ഈ യാത്ര ഇന്ന് 50ാമത്തെ എപ്പിസോഡ് പിന്നീടാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.
മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഇവിടുന്ന് റോസൈലൻഡ് വരെ പോയി അടിപൊളിയായിരുന്നു. അത് ഒരു ടേൺ ചെയ്യാൻ ഒരു ഹെൽപ്പ് ചെയ്യും. ബാക്കി പിന്നെ നമ്മൾ വെച്ചറക്കുകയാണ്. ഒരു ബൈക്കിനൊക്കെ സ്പീഡിൽ നമ്മൾ പോകും. ആ കംപ്ലീറ്റ് ഞാൻ കൺട്രോൾ ചെയ്തു. ഇവിടെ വന്നപ്പോൾ ഹെൽപ്പ് ചെയ്തു.